ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റാണ്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് അമൃതം നുകരാം. ഓക്കെ, ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠമാണ് അടുക്കള. അടുക്കളയിലെ എല്ലാ പാഠഭാഗ പ്രവർത്തനങ്ങളും നമുക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ പ്രവേശക പ്രവർത്തനമായിട്ട് എരിശ്ശേരിയെക്കുറിച്ച് എഴുതാനുണ്ട്, അതും നമുക്ക് ചർച്ച ചെയ്യാം. ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടല്ലോ, ഇവിടെ ഇത് എവിടെയാണെന്ന് മനസ്സിലായല്ലേ? അടുക്കളയാണല്ലേ. അപ്പോൾ ഒരു കുട്ടി ചപ്പാത്തി പരത്തുന്നുണ്ട് അല്ലേ, ഒരു കുട്ടി ഭക്ഷണം വട കഴിക്കുന്നുണ്ട്, പിന്നെ ഒരാൾ ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്യുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമല്ലേ ആണ് അടുക്കള. ആ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സമയം ആരാണ് ഏറ്റവും കൂടുതൽ സമയം അവിടെ അടുക്കളയിൽ ആരാണ്ടാവുക? നമ്മുടെ അമ്മയാണല്ലേ അധികവും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് ദേവകി നിലയങ്ങോടിൻ്റെ എരിശ്ശേരി വിശേഷം. ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു കുറിപ്പാണ് നമ്മൾ വായിക്കുന്നതല്ലേ. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക്. അപ്പോൾ അടുക്കള എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സ്ഥലമായിരിക്കാം, പക്ഷെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ചെറിയൊരു സ്ഥലം. പക്ഷെ നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലേ. പക്ഷേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണ്? അടുക്കള. ആ അടുക്കളയിൽ നമ്മളെല്ലാവരും പോയി ഭാഗമാകാറുണ്ടോ? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകാറുണ്ടോ? അങ്ങനെ നമ്മുടെ എപ്പോഴും പല പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? അമ്മമാരാണല്ലേ. അപ്പോൾ അടുക്കള എന്ന കവിതയിൽ അമ്മയെക്കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പുള്ള പ്രവേശക പ്രവർത്തനം നമുക്ക് നോക്കാം. സദ്യയുടെ വിഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളകുപൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തെ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല, സ്വാദും മണവും നഷ്ടപ്പെടും. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട്. കാലപ്പകർച്ചകൾ ദേവകി നിലയങ്ങോട്. അപ്പോൾ ഒരു ഭക്ഷണ പാകം ചെയ്യുന്നതിൻ്റെ സൂചനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എരിശ്ശേരി എന്ന വിഭവം നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവം. പക്ഷേ ഇവിടെ പാചകത്തെ പറ്റി മാത്രമാണോ പറയുന്നത്? ഇവിടെ നിങ്ങളൊരു കുറിപ്പ് ശ്രദ്ധിച്ചല്ലോ, കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല, സ്വാദും മണവും നഷ്ടപ്പെടും അത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. അവിടെ എന്താണ്? ഒരു സ്ത്രീയുടെ ഒരു അടിച്ചമർത്തലിൻ്റെ ഒരു വരി നമുക്കവിടെ കാണാം. അതായത് സ്ത്രീകളുടെ സ്വരം പുറത്ത് കേൾക്കാൻ പാടില്ല എന്നാണ് അതിനർത്ഥം അല്ലേ. നന്നായിട്ട് തിളക്കരുത്, അതായത് സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് അങ്ങനെ കേൾക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഇല്ല, പക്ഷേ പണ്ട് സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ചിന്തയാണ് ഈ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എരിശ്ശേരി എന്ന ഭക്ഷണ വിഭവം നേരിട്ട് ജീവിത രീതിയെയും സ്ത്രീ പുരുഷ സമത്വത്തെയും ബന്ധപ്പെടുത്തുന്ന കാഴ്ചയാണ് എരിശ്ശേരി വിശേഷം എന്ന പ്രവേശകത്തിലുള്ളത്. ഇപ്പോൾ പ്രവേശക പ്രവർത്തനമായിട്ടുള്ള ഈ എരിശ്ശേരിയിൽ ഒരു എരിശ്ശേരി എന്ന ഭക്ഷണ വിഭവം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, അത് മനുഷ്യൻ്റെ ജീവിത രീതിയെയും അതേപോലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വത്തെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അധികം തിളയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അടക്കി ഒതുക്കാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതികരെ ദേവകി നിലയങ്ങോട് തുറന്നു കാട്ടുന്നു. അവിടെ അധികം തിളയ്ക്കേണ്ട എന്ന് പറയുന്നവരിടത്ത് എന്താണ്? സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് അവിടെ ഒരു ലിമിറ്റ്, ഒരു പരിധി അവിടെ വെക്കുകയാണ്. അങ്ങനെ ഉള്ളവരെ കൂടി ദേവകി നിലയങ്ങോട് തുറന്നു കാട്ടുകയാണ്. വ്യത്യസ്തമായ പച്ചക്കറി കഷ്ണങ്ങൾ നുറുക്കിയെടുത്ത് പാത്രത്തിലിട്ട് പാകപ്പെടുത്തിയും അധികം തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുമാണ് എരിശ്ശേരിയുടെ പാചകം. ഭക്ഷണ വിഭവം പോലെ സ്ത്രീയെയും പാകപ്പെടുത്തണം എന്ന പുരുഷാധിപത്യ ചിന്തയെയാണ് ഇവിടെ വിമർശന വിധേയമാകുന്നത്. സ്ത്രീയുടെ ശബ്ദം വീട്ടിൽ ഉയർന്നു കേൾക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച കാലത്തിൻ്റെ വിവേചനങ്ങളെല്ലാം പ്രതിഫലിക്കുന്നു.
അവസ്ഥകളും സ്ത്രീകളുടെ ശബ്ദം വീട്ടിൽ ഉയർന്നു കേൾക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് കാലത്തിൻ്റെ വിവേചനങ്ങളെല്ലാം പ്രതിഫലിക്കുന്നു. സ്ത്രീകളുടെ ഊർജ്ജത്തെ ഏറ്റവും അധികം അപഹരിച്ച അവരുടെ ചിന്തകളെ തളച്ചിട്ട ഒരിടം കൂടിയാണ് അടുക്കള. അതുകൊണ്ട് തന്നെ വ്യവസ്ഥകളോടുള്ള അവരുടെ പ്രതിഷേധങ്ങളിലും കലഹങ്ങളിലുമെല്ലാം അടുക്കളയുടെ ബിംബങ്ങൾ കലർന്നു കിടപ്പുണ്ടാവും. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പോൾ അടുക്കളയോ? പക്ഷെ നമ്മൾ അടുക്കളയിൽ എല്ലാവരും ജോലി ചെയ്യാറുണ്ടോ? ചിലർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അതൊരു ചോദ്യചിഹ്നമാണല്ലേ. അടുക്കള നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരും മറന്നു വെച്ചു ഈ അടുക്കള. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടേയിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തെളിക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിവും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടർച്ച വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പലപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. TP രാജീവൻ്റെ ഒരു ഗദ്യരൂപത്തിലുള്ള കവിതയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഭൂമിയിലെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച്, ഇവിടെ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ. അടുക്കളയിൽ പലതരം വിഭവങ്ങളുണ്ട്, വിഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? രണ്ടാമത്തെ ചോദ്യം, അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? മൂന്നാമത്തെ ചോദ്യം, ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരിയേത്? അപ്പം നമുക്ക് ഈ അടുക്കളയെക്കുറിച്ച് പറയാം. TP രാജീവൻ എഴുതിയ അടുക്കള എന്ന കവിത ഗദ്യഭാഷയിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ഭൂമിയുടെ സമൃദ്ധിയും വിശപ്പിൻ്റെ ആഴവും ജീവിതത്തിൻ്റെ നൈരന്തര്യവും സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളുമെല്ലാം ധ്വനി ഭംഗിയോടെ ആവിഷ്കരിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു കവിത മാത്രമല്ല, അടുക്കള എന്ന ആ ഒരു ചെറിയ സ്ഥലത്ത് സംഭവിക്കുന്ന പലതരത്തിലുള്ള, അവിടെ സമൃദ്ധിയുണ്ട്, പലതരം വിഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിശപ്പുള്ളവർ അടുക്കളയിലേക്കാണ് പോവുക. പിന്നെ ജീവിതത്തിൻ്റെ നൈരന്തര്യം, അവിടെ ഇങ്ങനെ പണികളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ വിഭവങ്ങളും ഒരുക്കുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും തിരക്കൊക്കെ ഏത് സമയം അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളും ഇതൊക്കെ ഈ അടുക്കളയിൽ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? ഭൂമിയിലെ ജൈവ വൈവിധ്യയും സമൃദ്ധിയെയും കവിത സൂചിപ്പിക്കുന്നു. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും നന്നായി വിളയുന്ന ഒരു നാടിൻ്റെ സമൃദ്ധിയെക്കുറിച്ചാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നത്. കൂടാതെ മീനും ഇറച്ചിയും ആടും കോഴിയും താറാവും എല്ലാം ഈ നാട്ടിലുണ്ട്. അടുക്കളയിൽ മത്സ്യ മാംസ വിഭവങ്ങളെല്ലാം ഒരുപോലെ ഒരുങ്ങുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? അടുക്കളയിലെ അവസാനമില്ലാത്ത ജോലികൾ വിവരിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ നൈരന്തര്യം തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. വെച്ചുണ്ടാക്കിയും ഊട്ടിയും ഉണ്ടും വൃത്തിയാക്കിയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും ബൃഹത്തും നിരന്തരവുമായ ഈ ജോലികൾ സ്ത്രീയും പുരുഷനും ചേർന്ന് ചെയ്യേണ്ടതാണ് എന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അടുക്കളയിൽ ഒരിക്കലും തീരാത്ത ജോലികൾ ചെയ്ത് വിശപ്പിന് നിലവിളിക്കുന്ന അമ്മയുടെ ചിത്രമാണ് ഇവിടെ കവി കാണിക്കുന്നത്. ഇത് തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ച സത്യമാണ്. വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാടുപെടുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാകുന്നുണ്ട് എന്ന തിരിച്ചറിവിലാണ് കവിത അവസാനിക്കുന്നത്. ആ തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കുക. ഒരാളും വിശന്ന് നിലവിളിക്കാത്ത ഒരു ഭൂമി സ്വപ്നം കാണാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മനോഹരവും ശക്തവുമായ ഈ കവിത. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും ഇവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ ഇപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ആ വരിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുക്കളയ്ക്കുള്ളിൽ
മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. സംക്രമണം ആറ്റൂർ രവിവർമ്മ. അതേപോലെ പ്രതിഷ്ഠ സാവിത്രി രാജീവൻ. അടുക്കളയിലെ തേന് തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായി ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഭൂമിയിലെ ജൈവ വൈവിധ്യവും സമൃദ്ധിയും സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. സമൃദ്ധമായ താഴ്വരയിലെ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരു അടുക്കളയെക്കുറിച്ചാണ് കവി പറയുന്നത്. ഭൂമി തന്നെയാണ് ഇവിടെ അടുക്കള. എങ്കിലും കവി അത് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. വിലക്കുകളോ ഉപാധികളോ ഒന്നുമില്ലാതെ ആർക്കും കടന്നിരുന്ന് ഇഷ്ടമുള്ളത് തിന്നാൻ സ്വാതന്ത്ര്യമുള്ളതിനാലാണ് ആരോ മറന്നു വെച്ചതുപോലെ അത് കാണപ്പെടുന്നത്. കാലങ്ങളായി ഈ അടുക്കള ഇവിടെയുണ്ട്. എന്നാൽ ആരും അതിനെ നിയന്ത്രിക്കുകയോ അടക്കി നിർത്തുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഏവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയായി ലോകത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. ആറ്റൂർ രവിവർമ്മയുടെ കവിതാശകലത്തിലും ഇതേ ആശയമാണ് ഉൾക്കൊള്ളുന്നത്. വൈകി മയങ്ങുന്ന നക്ഷത്രത്തോടും നേരത്തെ പിടയ്ക്കുന്ന സൂര്യനോടും സ്ത്രീയെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അടുക്കളയിൽ വളരെ കാലം ഉപയോഗിച്ച് തേന് തീരുന്ന ഒരു ഉപകരണത്തിന് തുല്യമായിട്ടാണ് അമ്മയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് എന്നാണ് പ്രതിഷ്ഠ എന്ന കവിതയിലൂടെ സാവിത്രി രാജീവൻ നമ്മോട് പറയുന്നത്. മുകളിലെ എല്ലാ കവിതകളിലും ഒരേ ആശയമാണ്. അടുക്കളയിൽ തളയ്ക്കപ്പെടുന്ന അമ്മമാരെയാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ തേന് എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്, തേന്. ഓക്കെ, അപ്പോൾ നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.